തക്കാളി അതുപോലെ നമ്മുടെ ചിരയ്ക്ക ആ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നീണ്ട യാത്ര കഴിഞ്ഞു. സൈഡിലൊക്കെ നിറച്ച് വാഴയും വപ്പയും അതുപോലെ തന്നെ കരിമ്പും. ഇനി ഞങ്ങളുടെ യാത്ര നമ്മുടെ വഴുതനത്തോട്ടത്തിലൂടെയാണ്. നമ്മുടെ മോഹൻലാൽ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്താ പറയുക, കാലത്ത് ഏറ്റ് മുന്തിരിത്തോട്ടത്തിൽ പോകണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാനും രാകേഷ് ഏട്ടനും വപ്പത്തോട്ടം വഴുതിനത്തോട്ടത്തിനുള്ളിലൊക്കെ വഴുതിനങ്ങ നുള്ളാനും തക്കാളി ഇതേ കണ്ട നിറച്ചുണ്ടായിട്ടുണ്ട്. തക്കാളി പറിക്കാനൊക്കെ നടക്കാം. പക്ഷെ കിട്ടിയത് എന്താണ്? വപ്പക്കായ. എൻ്റെ ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളോ, ഈ വപ്പക്കായനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കേട്ടോ. ദേ മക്കൈ വപ്പ കണ്ട കുഞ്ഞൻ വപ്പകൾ. അപ്പുറത്ത് മുഴുവൻ നമ്മുടെ തുവയറാണ്. തുവയറെന്ന് പറഞ്ഞാൽ അറിയാലോ, തുവരപ്പരിപ്പ് കണ്ടല്ലോ എങ്ങനെയുണ്ട്. ഇത് മുഴുവൻ തക്കാളിയിലതാട്ടെ ഈ ഒരു ലൈന്. വഴുതിനിങ്ങ വയലറ്റാണ് കേട്ടോ. ജേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് കാണുമെന്നറിയില്ല, കാരണം എൻ്റെ കയ്യിൽ വപ്പക്കായാണ്. അപ്പോൾ എനിക്ക് സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റണില്ല. കണ്ട തക്കാളി ഉണ്ടായിക്കണ്. തക്കാളിയുടെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുമ്പോഴേ രണ്ടാൾ എൻ്റെ ഫ്രണ്ട്സിന് കാണുന്നുണ്ടാ. കണ്ട ഒളിച്ചിങ്ങനെ ഇരിക്കുന്നത് കിന്നാരം പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ തക്കാളിയുടെ മണം വരുന്നു. അവരിലകളൊക്കെ നമ്മൾ നടക്കുമ്പോൾ അനങ്ങുമ്പോഴേ ഈ വഴുതിനപ്പൂവിൻ്റെ ഒരു ഭംഗിയും ആ കളറുണ്ടല്ലോ, ഇത്ര സൂപ്പർ കളർ. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാട്ടാ, വഴുതിനപ്പൂവിൻ്റെ കളറ്. എൻ്റെ രാകേഷ് നടന്ന് അങ്ങറ്റത്തെത്തി. അവരൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം അങ്ങനെ പറഞ്ഞിട്ടേ. ദേ അതിൻ്റെ ഇടയിൽ ഒരാൾ ദേ മുളച്ച് നിൽക്കണ്. മുളിയാണ്. എൻ്റെ ചെരുപ്പമ്മ മുഴുവൻ ചെളി പറ്റി. കണ്ട ചെളിയായി നിറച്ച്. ഇനി അതൊക്കെ തട്ടിക്കുടഞ്ഞിട്ട് വേണം യാത്ര തുടരാൻ. ഇവിടെ അവർ നട്ടിട്ടുള്ളത് എന്താണെന്നറിയത്? ഇത് നമ്മുടെ കോണാണ്. കോൺ. ഇനി നമ്മുടെ എന്താ പറയുക, അതിൻ്റെ സീസൺ ആവല്ലേ. അപ്പോൾ ഫ്ലവർ കോൺ എന്ന് തെറ്റി പറഞ്ഞതാണ്, സോറിട്ടാ. നിങ്ങൾ വിചാരിക്കും സുനിലേക്ക് വട്ടായാന്ന്. ഇത് എന്തിൻ്റെ തയ്യാന്ന് ഞാൻ പറഞ്ഞത് കോൺ തെറ്റി പറഞ്ഞതാണ് കേട്ടോ. കോളിഫ്ലവർ പറയാൻ വന്നത് കോണായിപ്പോയി, സോറി. ചെടികളൊക്കെ കണ്ടപ്പോൾ ആകെ വട്ടായിപ്പോയി എന്നല്ലേ. ഇതിൻ്റെ മുളക് നോക്കി, രണ്ട് കുഞ്ഞൻ മുളകുകൾ ഉണ്ടായിരിക്കണണ്ട. ഇത് മുഴുവൻ കണ്ട തക്കാളി പടർന്ന് കിടക്കുക. 2 മാസിബാമാരാണിത്. നോക്കട്ടാ, മാസികൾ 2 മാസികളാണ്. അവരെ ഹസ്ബൻഡ്സോ ഉണ്ടാവും കേട്ടോ. അവിടെ നോക്കി പപ്പക്കായ പഴുത്ത് നിൽക്കണം. അതിൻ്റെ ഇടയിൽ സോളാർ ലൈറ്റ് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ 677 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1000ലേക്ക് ഇനി കുറച്ച് വീഡിയോസേ ഉള്ളൂ ബാക്കി. അതുപോലെ വാച്ചിങ് ടൈം 4000 വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും സപ്പോർട്ട് തരാം. ഇതുവരെയ്ക്ക് തന്ന സപ്പോർട്ടിനെല്ലാം നന്ദി. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. വെണ്ടക്കായ സീസൺ കഴിഞ്ഞത് കണ്ട കുറ്റി നിൽക്കുന്നത് ഇടയിലൊക്കെ.